Hello guys, എല്ലാവർക്കും നമസ്കാരം. Good evening to everybody. So let's crack Kerala exams ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. So this is Anuja Mary Thomas and I will be teaching you the subject psychology. Basically ഞാനൊരു psychologist and expressive arts therapist ആണ്. And what you get in Unacademy, you get live classes, you get structured courses, unlimited access to every single syllabus that is available. And then you have these classes taken by the best educators that is available. So that is also something that you would get. And then LDC preparation കോഴ്സുകൾ ഇപ്പോൾ വളരെ ക്രാഷ് കോഴ്സ് ആയിട്ട് നടക്കുന്നതാണ്. 10th level പ്രിലിംസിന്റെ കാര്യങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട്. And then we have videos about how to prepare and what syllabus that you have to look into, ഏത് ബുക്കുകളാണ് റെഫർ ചെയ്യേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് പറഞ്ഞു തരുന്നു. And also it is also very important to പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പം അതിലേക്കും അക്കാഡമി നിങ്ങളെ വളരെയധികം നല്ല രീതിയിൽ സഹായിക്കുന്ന ഒന്നാണ്. And there is no language barrier. ഏത് ഭാഷയിൽ നിങ്ങൾക്ക് പഠിക്കണോ ആ ഭാഷയിലൊക്കെ ഇത് അവൈലബിൾ ആണ്. And then you can interact with your educators using the Unacademy app. Then you can get the doubts cleared. നമുക്ക് നമ്മുടെ സംശയങ്ങൾ ഉണ്ടാവുമ്പോൾ അത് ചോദിച്ച് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു അവസരം എന്ന് പറയുന്നത് is very much important. So you can get your doubts cleared as well. So that is also available from Unacademy. And then you get the PDF learning materials and everything that is എന്താ പറയാ, these are the things that you get from Unacademy. മറ്റൊരു സൈറ്റിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ I am not very sure. And these are the things that is very much available at a very good cost, I would say. So 12 മാസത്തേക്ക് it is 6,300 and if you use my code AMT10 you would get a 10% discount. അപ്പം അതും നിങ്ങൾ മനസ്സിലേക്ക് വെക്കുക. And then we would also be having Unacademy കേരള PSC ഞാൻ പറഞ്ഞല്ലോ നടക്കുന്നു. ഡെയിലി ലൈവ് ക്ലാസ്സസ് നടക്കുന്നുണ്ട്. ഇപ്പൊ പോലും ലൈവ് ക്ലാസ്സസ് നടക്കുന്നുണ്ട്. സിലബസ് വൈസ് സ്ട്രക്ചേർഡ് കോഴ്സുകൾ നടക്കുന്നു. സബ്ജക്ട് വൈസ് ടെസ്റ്റ് സീരീസ് നടക്കുന്നു. പ്രാക്ടീസ് ടെസ്റ്റുകൾ നടത്തുന്നു. എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതുപോലെ ന്യൂ ബാച്ച് അലേർട്ട് ഇസ് ഹാപ്പനിങ് റൈറ്റ് നൗ. ആൻഡ് സോ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ ലിങ്കിൽ നിങ്ങൾക്ക് താഴെ കാണാവുന്നതാണ്. സോ മേക്ക് യൂസ് ഓഫ് ദാറ്റ് തിങ്സ് ആസ് വെൽ. അതുപോലെ ന്യൂ കോഴ്സ് അലേർട്ട് ഉണ്ട്. And then what you have to do to be a plus subscriber, select plus and then you need to apply the referral code and the referral code. Mark it. That is AMT10. And then you have EMI options as well. So everything is available. So please make sure that you use all these things. So it is a wonderful day and let's start our class. അപ്പോൾ നമ്മൾ ഡെവലപ്മെന്റൽ സൈക്കോളജിയിൽ we know about a lot of എന്താ പറയുക psychosocial developmental theories, അങ്ങനെയൊക്കെയുള്ള പല തിയറീസ് ഉണ്ട്. So what we will look into today is the എന്താ പറയാ is the Erik Erikson's psychosocial theory of development, which is very important. ഒത്തിരി ഇമ്പോർട്ടന്റ് ആയിട്ട് KTETന്റെ എക്സാമിനും CTETന്റെ എക്സാമിനും KTETന്റെ എല്ലാ കാറ്റഗറി ഓഫ് എക്സാംസിനായിക്കോട്ടെ, സെറ്റ് നെറ്റ് സൈക്കോളജി പഠിക്കുന്ന ആർക്കാണെങ്കിലും BEd പഠിക്കുന്നവർക്കാണെങ്കിലും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സംഭവമാണ് എറിക് എറിക്സന്റെ psychosocial theory of development. Not only for people who would need psychology പഠിച്ച് പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടി മാത്രമല്ല, എറിക് എറിക്സന്റെ തിയറി ഓഫ് സൈക്കോസോഷ്യൽ ഡെവലപ്മെന്റ് നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തിയറിയാണ്. നമ്മളെല്ലാവരും കടന്നുപോയ ഡെവലപ്മെന്റൽ സ്റ്റേജസ് ആണ്, നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഡെവലപ്മെന്റൽ സ്റ്റേജസ് ആണ്. സോ ലെറ്റ്സ് സീ ഹൗ ദീസ് തിങ്സ് ആർ, അല്ലെങ്കിൽ ഇത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ വെൽക്കം. സോ എറിക് എറിക്സന്റെ ഫുൾ നെയിം ഇസ് എറിക് ഹോംബർഗർ Erikson. Okay, so I did not know this was his second name. So Erik Homburger Erikson ആണ് എറിക് എറിക്സന്റെ പേര്. And he was born in the year 1902 and died in the year 1994. ഞാനൊക്കെ ഉണ്ടായ വർഷം പുള്ളി മരിച്ചുപോയി. So he was a student of Sigmund Freud. Sigmund Freudന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. He was a German American developmental psychologist. അതായത് ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോണുകളെ കുറിച്ചും സൈക്കോസോഷ്യൽ ഡെവലപ്മെന്റുകളെ കുറിച്ചും അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ വികാസത്തെ കുറിച്ചും ഒക്കെ പഠിച്ചുകൊണ്ട്, കുട്ടിയുടെ ഇൻ ദ സെൻസ് ഒരു ഇൻഡിവിജ്വലിന്റെ വികാസത്തെ കുറിച്ചും വികാസ പ്രക്രിയകളെ കുറിച്ചും ഒക്കെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഡെവലപ്മെന്റൽ സൈക്കോളജിസ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. he is known for his theory of psychosocial development. എറിക് എറിക്സന്റെ ഈ ഒരു തിയറിയിലാണ് ഇദ്ദേഹം വളരെ ഹിറ്റ് ആയത് ശരിക്കും പറഞ്ഞാൽ. And he coined the phrase identity crisis. This has been a question for several competitive exams. Identity crisis എന്ന പദം കോയിൻ ചെയ്തത് ആരാണ് എന്ന് ചോദിച്ചാൽ that is എറിക് എറിക്സൺ. മറക്കാതിരിക്കുക. So who is the one that coined the word identity crisis? That is Erik Erikson. Okay, so Erikson conceptualize ചെയ്തത് that personality ഓരോ ലൈഫ് സ്പാനിലും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
നമ്മുടെ ലൈഫ് സ്പാൻ കംപ്ലീറ്റ്ലി നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഉണ്ടാവുമ്പോ തൊട്ട് വൂംബ് ടു ടൂംബ് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്, അല്ലെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Okay, womb to tomb we are developing. Okay, describes 8 stages of personality development, each of which involves the resolution of crisis. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഈ ഓരോ ലൈഫ് സ്പാനിനെയും പുള്ളി ഡിഫറെന്റ് ആയിട്ട് ഇങ്ങനെ ഓരോരോ ലൈഫ് സ്പാനുകൾ ഉണ്ട് എന്ന് പറഞ്ഞു വെച്ചു. ഓക്കെ, ഈ ഓരോ ലൈഫ് സ്പാനിലും നമുക്ക് ഓരോ ക്രൈസിസുകൾ നമ്മൾ കടന്നു പോകുന്നു. അപ്പം ഓരോ സ്റ്റെപ്പ് അല്ലെങ്കിൽ ഓരോ സ്റ്റേജസ് എന്ന് പറയുമ്പോൾ ഈ ക്രൈസിസിനെ റെസൊല്യൂഷൻ കൊണ്ടുവന്ന്, അതായത് ക്രൈസിസിനെ നമ്മൾ ആ പ്രോബ്ലത്തെ നമ്മൾ സോൾവ് ചെയ്തുകൊണ്ട് വി ആർ ഗെയിനിങ് സം സോർട്ട് ഓഫ് ഒരു കഴിവും കൂടെ അതിനകത്ത് നമ്മൾ ഗെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ മുൻപോട്ടേക്ക് പോവുകയാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പം 8 സ്റ്റേജസ് ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഉണ്ടെന്ന് പറയുന്നു. അപ്പം നമ്മൾ ഈ ക്രൈസിസിനെ കോപ്പ് ചെയ്യാൻ പഠിക്കുകയും നമ്മൾ ഏതൊരു അഡാപ്റ്റീവ് ആയിട്ട് നമ്മൾ പഠിക്കും, അതായത് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് അതിനെ എന്താ പറയുന്നത്, അതിനോട് നമ്മൾ ക്രൈസിസിനെ നമ്മൾ പോസിറ്റീവായിട്ട് നമ്മൾ ഡീൽ ചെയ്യാനായിട്ട് പഠിക്കും. അല്ലെങ്കിൽ വി ചൂസ് സം മാലഡാപ്റ്റീവ് വേസ്. അപ്പം ഈ തം സക്കിങ് നമ്മുടെ ഏതെങ്കിലും ഒരു ഡെവലപ്മെന്റൽ സ്റ്റേജിലൊക്കെ നമ്മളിങ്ങനെ നിന്ന് പോകുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആ ക്രൈസിസിനെ നമുക്ക് നേരിടാൻ പറ്റാതെ പോകുന്നതുകൊണ്ടാണ് ഈ തം സക്കിങ് അല്ലെങ്കിൽ ഈ എന്താ പറയുന്നത് നഖം കടിക്കുന്ന സ്വഭാവമൊക്കെ ചില കുട്ടികളിൽ കാണാനായിട്ട് ഉള്ളത്. അപ്പം അത് എന്തുകൊണ്ടാണെന്നൊക്കെ നമുക്ക് മുൻപോട്ടേക്ക് പോകുമ്പോൾ കാണാം. അപ്പം അദ്ദേഹം പറയുന്നുണ്ട് സക്സസ് ഓഫ് ഈച്ച് സ്റ്റേജ് ഡിപ്പെൻഡ് ഓൺ ദ പേഴ്സൺസ് അഡ്ജസ്റ്റ്മെന്റ് ഇൻ ദ പ്രീവിയസ് സ്റ്റേജ്. അതായത് മുൻപത്തെ കാലഘട്ടത്തിൽ, മുൻപത്തെ ഡെവലപ്മെന്റൽ സ്റ്റേജിൽ എങ്ങനെ ആ ഒരു ക്രൈസിസിനെ നേരിടാനായിട്ട് സാധിച്ചോ, അല്ലെങ്കിൽ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചോ, അതുപോലെ മാത്രമേ അടുത്ത സ്റ്റേജിലും, അല്ലെങ്കിൽ അതിനെ ബന്ധിപ്പിച്ചായിരിക്കും അടുത്ത സ്റ്റേജിൽ ആ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ മുൻപോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് ആ പേഴ്സണ് പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുക. ഓക്കെ, ഇനി പേഴ്സണാലിറ്റി അദ്ദേഹം പറയുന്നു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഇസ് അഫക്റ്റഡ് ബൈ ബോത്ത് ബയോളജിക്കൽ ആൻഡ് സോഷ്യൽ ഫാക്ടർ ഓർ ബൈ ബോത്ത് പേഴ്സണൽ ആൻഡ് സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്. അതായത് ഇതിനകത്ത് ബയോളജിക്കൽ ഫാക്ടേഴ്സ് മാത്രമല്ല, ഒരു കുട്ടിയുടെ ഒരു ഇൻഡിവിജ്വലിന്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റിനകത്ത് ബയോളജിക്കൽ ഫാക്ടേഴ്സ് മാത്രമല്ല സോഷ്യൽ ഫാക്ടേഴ്സും അടങ്ങിയിരിക്കുന്നു. അതുപോലൊപ്പം തന്നെ പേഴ്സണൽ ആൻഡ് സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്, എങ്ങനെ ഒരു പേരൻസ് ടേക്ക് കെയർ ചെയ്യുന്നു, ന്യൂട്രീഷൻ എന്താണ്, ജീൻസിലൂടെ നമുക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്, അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഇതിനൊക്കെ എഫക്റ്റ് ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, ഇനി കുറച്ച് വാക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഞാൻ പറഞ്ഞു 8 സ്റ്റേജുകളിലും ഒരു ക്രൈസിസിനെ നമ്മൾ നേരിടുന്നു. 8 സ്റ്റേജസിലും ഡിഫറെന്റ് ക്രൈസിസസ് ആണ്. ഓക്കെ, അപ്പം 8 ക്രൈസിസസ്. അപ്പോ crisis must adaptively or maladaptively cope with task in each of the developmental stages. ഓരോ ഡെവലപ്മെന്റൽ സ്റ്റേജിലും നമ്മൾ ഒന്നുകിൽ അതിനോട് കോപ്പ് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും മാലഡാപ്റ്റീവ് രീതിയിലാണ് കോപ്പ് ചെയ്യുക. 2 രീതിയിൽ നമുക്ക് അതിനോട് കോപ്പ് ചെയ്യാം. ഇനി നമുക്ക് ആ ക്രൈസിസിനെ എന്താ പറയുക ഡീൽ ചെയ്യാം, മാലഡാപ്റ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ അഡാപ്റ്റീവ് ആയിട്ടോ. അപ്പം എല്ലാ ഡെവലപ്മെന്റൽ സ്റ്റേജിന്റെയും ടാസ്ക് ഇതാണ്, ഏതൊരു ഈ ക്രൈസിസിനെ അഡാപ്റ്റീവ്ലി അല്ലെങ്കിൽ മാലഡാപ്റ്റീവ്ലി ഡീൽ ചെയ്യുക എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ, റെസ്പോണ്ട് അഡാപ്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം. അക്വയർ സ്ട്രെങ്ത് നീഡഡ് ഫോർ ദ നെക്സ്റ്റ് ഡെവലപ്മെന്റൽ സ്റ്റേജ്. അടുത്ത ഡെവലപ്മെന്റൽ സ്റ്റേജിലേക്ക് വേണ്ടുന്ന സ്ട്രെങ്തിനെ ഗെയിൻ ചെയ്യുക എന്നാണ് ഈ ക്രൈസിസിനെ നമ്മൾ റെസ്പോണ്ട് അഡാപ്റ്റീവ്ലി എന്നാണെന്നുണ്ടെങ്കിൽ. പക്ഷെ എല്ലായ്പ്പോഴും എല്ലാ ഡെവലപ്മെന്റൽ സ്റ്റേജസിലും നമ്മൾ അതിനെ എന്താ പറയുന്നത് അഡാപ്റ്റീവ്ലി റെസ്പോണ്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. വി കൻ ഓൾസോ സം മേ ഓൾസോ റെസ്പോണ്ട് മാലഡാപ്റ്റീവ്ലി. അതെന്താന്ന് വെച്ചാൽ ലെസ് ലൈക്ലി ടു ബി ഏബിൾ ടു അഡാപ്റ്റ് ടു ദ ലേറ്റർ പ്രോബ്ലംസ്. പിന്നെ മുൻപോട്ടേക്ക് വരുന്ന കാര്യങ്ങളെ നേരിടാനായിട്ട് ഉള്ള കഴിവ് കുറഞ്ഞു പോകുന്നു മാലഡാപ്റ്റീവ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ. അപ്പൊ നമ്മൾ റെസ്പോണ്ട് അഡാപ്റ്റീവ്ലി ആണ് നമ്മൾ ആ സ്ട്രെങ്തിനോട് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു എന്താ പറയാ 8ാമത്തെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ 6ാമത്തെ സ്റ്റേജ് എടുക്കുക. ആ 6ാമത്തെ സ്റ്റേജിനെ നമ്മൾ അഡാപ്റ്റീവ്ലി നമ്മൾ നേരിടുകയാണെങ്കിൽ വി ഗെയിൻ എ വിർച്യൂ. ഒരു വിർച്യൂ നമ്മൾ അവിടെ കരസ്ഥമാക്കുന്നു, അല്ലെങ്കിൽ ഒരു സ്ട്രെങ്ത് കരസ്ഥമാക്കുന്നു. എന്തിന്? അടുത്ത എന്താ പറയാ അടുത്ത സ്റ്റേജിനെ, അല്ലെങ്കിൽ 7th സ്റ്റേജിൽ നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ് ഈ വിർച്യൂ. ഈ വിർച്യൂ ഉണ്ടെങ്കിൽ നമുക്ക് 7th സ്റ്റേജിൽ മുൻപോട്ടേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. Okay, so basic strength, motivating characteristics and beliefs that derive from the successful resolution of a crisis at each developmental stage. ഓരോ ഡെവലപ്മെന്റൽ സ്റ്റേജിനെയും സക്സസ്ഫുൾ ആയിട്ട് റെസൊല്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആർജിച്ചെടുക്കുന്ന കഴിവിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ബേസിക് സ്ട്രെങ്ത് അല്ലെങ്കിൽ വിർച്യൂ എന്ന് നമ്മൾ വിളിക്കുക. അപ്പം ഈ ഓരോ വിർച്യൂസ്, അപ്പൊ 6th സ്റ്റേജിൽ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ആ ക്രൈസിസിനെ റെസൊല്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഗെയിൻ ചെയ്യുന്ന ഒരു വിർച്യൂ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബേസിക് സ്ട്രെങ്ത് ഉണ്ട്. ആ സ്ട്രെങ്ത് ആണ് നമ്മൾ 7th സ്റ്റേജിൽ നമ്മളെ മുൻപോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഐ ഗെസ് ഐ ആം വെരി ക്ലിയർ.
Okay, so next one. So stages of development basic strength എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് different stages of development എന്ന് നമുക്ക് നോക്കാം. So നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. So first one, that is infancy. Infancy, അതായത് trust versus mistrust ആണ് അവിടുത്തെ എന്തെന്ന് വിളിക്കുക, എന്താണ് trust versus mistrust, അവിടുത്തെ ക്രൈസിസ് ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റേജ് ആണ് ഏർലി ചൈൽഡ്ഹുഡ്. ഇനി ഏതാ ഏജ് ഗ്രൂപ്പ് എന്നൊക്കെ നെക്സ്റ്റ് സ്ലൈഡ്സിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടുപോകുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാവും. ഇനി ഏർലി ചൈൽഡ്ഹുഡിലെ എന്താ ക്രൈസിസ് എന്താണ്, ഓട്ടോണോമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്. ഓക്കെ, ദ തേർഡ് വൺ ഇസ് പ്രീ സ്കൂളർ. ഓക്കെ, ഫോർത്ത് വൺ ഇസ് സ്കൂൾ ഏജ്, ഫിഫ്ത് വൺ ഇസ് അഡോളസൻസ്, and then sixth one is young adulthood, seventh one is middle adulthood, and eighth one is maturity. ഇപ്പൊ നമുക്ക് ഇതിനകത്ത് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഏതെടുക്കണം? സോ ലെറ്റ്സ് ടേക്ക് maturity. അപ്പം maturity എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ, അതായത് ഒരു ഓൾഡർ അഡൾട്ട്സ് ആയിട്ടുള്ള ആൾക്കാരിൽ ഈഗോ ഇന്റഗ്രിറ്റി വേഴ്സസ് ഡിസ്പെയർ, അതായത് എന്തൊക്കെയൊക്കെയോ ചെയ്തു, ഒരു സെൽഫ് ആക്ച്വലൈസേഷന്റെ ഒരു സ്റ്റേജ് ആണ് അവിടെ നമ്മളൊരു വിർച്യു അറ്റൈൻ ചെയ്യുന്നുണ്ട്, സോ ദാറ്റ് വി ക്യാൻ ഗോ അഹെഡ്. ഓക്കെ, നമ്മൾ ഇതിന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കണ്ടുപോകാം. ഇനി ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ പറഞ്ഞു ഇൻഫൻസിയിലെ സ്റ്റേജ് ആണ് ഏത്, ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് എന്ന് നമ്മൾ വിളിക്കുക. ഓക്കെ, അണ്ടർസ്റ്റുഡ്? സോ ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് ഇൻ ഇൻഫൻസി, ഫസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഫണ്ടമെന്റൽ സ്റ്റേജ് ഇൻ ലൈഫ്. നമ്മൾ കുട്ടികളായിരിക്കുമ്പോഴത്തെ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഫണ്ടമെന്റൽ സ്റ്റേജ് ഇൻ ലൈഫ് ആണ് ഇൻഫൻസി, അല്ലെങ്കിൽ ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് എന്നുള്ളത്. ഓക്കെ, ഒക്കേഴ്സ് ബിറ്റ്വീൻ ബർത്ത് and 1 year of age. അപ്പം 0 to 1 ഇടയ്ക്കാണ് ഈ ഓറൽ സെൻസറി സ്റ്റേജ്. ഈ ഒരു പ്രായത്തിലാണ് കുട്ടികൾ എന്ത് കിട്ടിയാലും അത് വായിലേക്ക് വെക്കുന്നത്. നമ്മളെ കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ല, അവർ എന്ത് കിട്ടിയാലും ആദ്യം ആ സംഭവം എടുത്ത് വായിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഓറൽ സെൻസറി സ്റ്റേജ്, ബിക്കോസ് അവർക്ക് ഓറലി ആണ് എല്ലാ പ്ലഷറും കിട്ടുന്നത്. അവർ പാല് കുടിക്കുന്നത് എങ്ങനെയാ, അവര് എന്താ പറയുന്നത്, അവർക്ക് സെൻസ് കിട്ടുന്നത്, പാല് എന്ന് പറയുന്ന ആദ്യത്തെ സെൻസ് അവർക്ക് കിട്ടുന്നത് വായിലൂടെയാണ്. സോ ഓറൽ സെൻസറി സ്റ്റേജ് ആണ് ഇൻഫൻസിയിൽ. അതായത് അപ്പൊ അവര് കടന്നു പോകുന്ന ഒരു എന്താ പറയാ ഒരു ക്രൈസിസ് ആണ് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. ഒരു ട്രസ്റ്റ് ഫോം ചെയ്യണോ അല്ലെങ്കിൽ മിസ്ട്രസ്റ്റ് ആണോ എന്നുള്ളൊരിത്. ഓക്കെ, അതായത് ട്രസ്റ്റ് ഇസ് ബേസ്ഡ് ഓൺ ഡിപെൻഡബിലിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ദ ചൈൽഡ്സ് കെയർ ഗീവേഴ്സ്. അതായത് ഒരു കുട്ടിയിൽ ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് അവരുടെ കെയർ ഗീവേഴ്സിനെ അനുസരിച്ചിരിക്കും. കുട്ടി നെഗ്ലക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ മിസ്ട്രസ്റ്റ് ആയിരിക്കും അവിടെ സംഭവിക്കുന്നതും. ഭാവിയിലേക്ക് വരുമ്പോൾ ആ കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള റിലേഷൻഷിപ്സിനെ കീപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഡെവലപ്മെന്റൽ സ്റ്റേജസിൽ സംഭവിക്കുന്ന എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പിന്നീട് മുൻപോട്ടേക്കും അത് പ്രശ്നങ്ങളായിട്ട് തന്നെ മുൻപോട്ടേക്ക് വരും. Okay, so infant is utterly dependent. Developing trust is based on the dependability and quality of the child's caregivers. അതായത് ആ കുട്ടിക്ക് ഒരു കെയർ ഒരു വ്യക്തിയിൽ നിന്ന്, പേരന്റിൽ നിന്ന് അല്ലെങ്കിൽ കെയർ ഗീവറിൽ നിന്ന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ആ കുട്ടിയുടെ ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നില്ല, അത് മിസ്ട്രസ്റ്റിലേക്കായിരിക്കും കൊണ്ടുപോയി എത്തിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് കാണാം. If a caregiver fails to provide adequate care and love, the child will come to feel that they cannot trust or depend upon the adults in their life. അതായത് കുട്ടികൾക്ക് ഈ ഒരു ഇൻഫൻസി ബോൺ ടു 1 year of ഏജിൽ ഈ കുട്ടിക്ക് കെയർ നല്ല രീതിയിൽ കിട്ടുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അഡൽട്സിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ജനറലൈസേഷനിലേക്കായിരിക്കും ആ കുട്ടി പോവുക. സോ ലാക്ക് ഓഫ് ട്രസ്റ്റ് ലീഡ്സ് ടു മിസ്ട്രസ്റ്റ്. ട്രസ്റ്റ് അവിടെ ഫോം ചെയ്യാവുന്നിടത്തോളം കാലം വാട്ട് കംസ് ഇൻ ഇസ് മിസ്ട്രസ്റ്റ്. Failure will result in fear and a belief that the world is inconsistent and unpredictable. കുട്ടികളെ ആദ്യമായിട്ട് വൂമ്പിന് പുറത്തേക്ക് വരുമ്പോൾ അവർ കാണുന്ന ലോകത്തെ അവർക്ക് ട്രസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഓറൽ സെൻസറി സ്റ്റേജിൽ അവർക്ക് ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള, അവർക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കെയർ ഗീവേഴ്സ് അവർക്കുണ്ടായിരിക്കണം. അപ്പം അവർക്ക് ട്രസ്റ്റ് ചെയ്യാനായി പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ഇൻഡ്യൂസ് ഫിയർ ആൻഡ് ബിലീഫ് in the world of inconsistency and unpredictable. അപ്പം അവര് ലോകത്തെ കാണുന്നത് കംപ്ലീറ്റ് ലോകം മുഴുവൻ ഇൻകൺസിസ്റ്റന്റ് ആണെന്നും അൺപ്രഡിക്റ്റബിൾ ആണെന്നായിരിക്കും. ഓക്കെ, സോ ദ ബേസിക് സ്ട്രെങ്ത് ഇൻവോൾവ് ഇസ് ഹോപ്പ്. ഞാൻ പറഞ്ഞല്ലോ, ഓരോ സ്റ്റേജുകളും നമ്മൾ മാലഡാപ്റ്റീവ് ആയിട്ടല്ലാതെ നമ്മൾ റെസ്പോണ്ട് അഡിക്വേറ്റ്ലി, നമ്മൾ അതിനോട് അതിനെ നല്ല രീതിയിൽ നമ്മൾ റെസൊല്യൂട്ട് ചെയ്ത് മുൻപോട്ടേക്ക് പോയി ട്രസ്റ്റ് നമ്മൾ ഗെയിൻ ചെയ്തു, ട്രസ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചു എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു വിർച്യു ഏതാണ്? ഹോപ്പ് ആണ്. Okay, the basic strength, hope, involves persistent feeling of a confidence of feeling we will maintain despite temporary setbacks or reverse. Okay,
അപ്പൊ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ബേസിക് വിർച്യൂ ഏതാണ് നമ്മളിവിടെ ഗെയിൻ ചെയ്യുന്നത്? ഹോപ്പ് ആണ്. നമ്മുടെ ക്രൈസിസ് എന്താണ്? ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. ഈ ഒരു സ്റ്റേജിനെ ഇൻഫൻസി എന്ന് വിളിക്കുന്നു. അതോടൊപ്പം തന്നെ ദിസ് ഇസ് 0 to 1 ഏജസിലാണ് വരുന്നത്. ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് ആസ് ദ ഓറൽ സെൻസറി സ്റ്റേജ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഇസ് ഓട്ടോണോമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്. That is the second stage. This is during the early childhood. Early childhood ilana autonomy versus shame and doubt സംഭവിക്കുന്നത്. Okay, and this stage is also called as the muscular anal stage. Muscular anal stage ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. Focused on developing a great sense of personal control. ഇതെങ്ങനെയാണെന്ന് അറിയാമോ? ആ കുട്ടിക്ക് ടോയ്ലറ്റിൽ പോവുക എന്നതിനെയൊക്കെ സംബന്ധിച്ച് അതൊക്കെ പേഴ്സണൽ കൺട്രോളിന്റെ ഭാഗമാണ്. സോ ടോയ്ലറ്റ് ട്രെയിനിങ് നടക്കുന്ന ഒരു സമയമാണ് ഓട്ടോണോമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേജ് ഡ്യൂറിംഗ് ദ ഏർലി ചൈൽഡ്ഹുഡ്, ദാറ്റ് ഇസ് ഫ്രം 1 to 3 years. ഓക്കെ, ചൈൽഡ് ഗെയിൻ എ ലിറ്റിൽ ഇൻഡിപെൻഡൻസ്. കംപ്ലീറ്റ്ലി ഡിപ്പെൻഡബിൾ അല്ല, കുറച്ചൊക്കെ എന്താ പറയുന്നത് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ടൊക്കെയുള്ള ഒരു കഴിവ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സമയം കൂടെയാണ്. ലിറ്റിൽ ഇൻഡിപെൻഡൻസ് ഗെയിൻ ചെയ്യുന്ന ഒരു സമയമാണ്. സ്റ്റാർട്ട്സ് ടു പെർഫോം ബേസിക് ആക്ഷൻസ് ഓൺ ദെയർ ഓൺ ആൻഡ് മേക്കിംഗ് സിമ്പിൾ ഡിസിഷൻസ് അബൌട്ട് വാട്ട് ദേ പ്രിഫർ. ഇപ്പൊ ഞങ്ങളുടെ ആണെങ്കിലും എന്റെയൊക്കെ വീട്ടിലാണെങ്കിലും ചേച്ചിയുടെ കുഞ്ഞുങ്ങള് ചേച്ചിമാരുടെ ഒക്കെ പിള്ളേർ വന്നിട്ട് കുഞ്ഞു പിള്ളേർ ഇത് വേണ്ട അമ്മ അതായിരുന്നേ തൊട്ട് കാണിക്കും. സോ വെൻ യു ലുക്ക് അറ്റ് ഈ ഒരു ഏജിലുള്ള കുട്ടികളെ നോക്കുമ്പോൾ ദേ ഹാവ് സ്റ്റാർട്ടഡ് മേക്കിംഗ് ഒരു ക്ലിപ്പ് കുത്തിയാൽ അത് വേണ്ട, അല്ലെങ്കിൽ ഒരു ഹെയർ ബാൻഡ് വെച്ചാൽ അത് വേണ്ട, വേറെ മതി. they are able to say. അപ്പം അങ്ങനെ ഒരു ഡെവലപ്മെന്റൽ സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. ഓക്കെ, and thus children develop a sense of autonomy. So it is very very important that you give the freedom to the children. ആ കുട്ടികൾക്ക് ആ ഒരു എന്താ പറയാ ആ ഒരു ഫ്രീഡം കൊടുക്കുക എന്ന് പറയുന്നത് is very much important. Only when they are making simple decisions like these, they learn autonomy. Okay, understood? ഇനി എറിക്സൺ ബിലീവ് ദാറ്റ് ടോയ്ലറ്റ് ട്രെയിനിങ് വാസ് എ പാർട്ട് ഓഫ് ദിസ് പ്രോസസ്. അപ്പം ടോയ്ലറ്റ് ട്രെയിനിങ്ങും ഈ ഒരു എന്താ പറയാ നമ്മുടെ ഓട്ടോണോമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട് എന്ന് പറയുന്ന ഈ ഒരു സെക്കൻഡ് സ്റ്റേജിന്റെ ഇതായിരുന്നു എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ലേണിംഗ് ടു കൺട്രോൾ വൺസ് ബോഡിലി ഫങ്ഷൻസ് ലെഡ് ടു എ ഫീലിംഗ് ഓഫ് കൺട്രോൾ ആൻഡ് സെൻസ് ഓഫ് ഇൻഡിപെൻഡൻസ്. അതായത് തന്നെ ടോയ്ലറ്റിൽ പൊക്കോട്ടെ അത്രയൊന്നും ചോദിക്കില്ല കേട്ടോ, ഇങ്ങനെ സുസു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സിമ്പിൾസ് വഴിയായിട്ട് അവരുടെ ബോഡിലി ഫങ്ഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അവർ പഠിക്കുന്ന ഒരു സമയമാണ്. ദാറ്റ് ഈസ് ഓൾസോ ആ ഫീലിംഗ് ഓഫ് ഓട്ടോണോമിയാണ് ആ കുട്ടികളിൽ കൊടുക്കുന്നത്. ചിൽഡ്രൻ ഹു സ്ട്രഗിൾ and who are shamed for their accidents may be left without a sense of personal control. അതായത് ഈ ഒരു ഏജില് ഏതെങ്കിലും രീതിയിൽ ഷെയിം ചെയ്യപ്പെടുന്ന കുട്ടികൾ, ഏതെങ്കിലും രീതിയിൽ ബുള്ളി ചെയ്യപ്പെടുന്ന കുട്ടികൾക്ക് ഒരു സെൻസ് ഓഫ് പേഴ്സണൽ കൺട്രോൾ ആ കുട്ടികളിൽ നഷ്ടപ്പെടുകയാണ്, ഓട്ടോണോമി അവിടെ നഷ്ടപ്പെടുകയാണ്. അപ്പം ഈ ഒരു ഓട്ടോണോമി നഷ്ടപ്പെടുന്നതിലൂടെ ആ കുട്ടികൾ എത്തിച്ചേരുന്ന ഒരു എന്താ പറയുക മാലഡാപ്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഷെയിം ആൻഡ് ഡൗട്ട്. അവരെ തന്നെ എന്താ ക്വസ്റ്റ്യൻ ചെയ്യാനും അവരെ തന്നെ സംശയിക്കാനും ഒക്കെ തുടങ്ങുന്ന ഒരു ഇതിലേക്കാണ് അവർ എത്തിച്ചേരുക ഈ ഒരു കാലഘട്ടത്തില്. ദ ബേസിക് സ്ട്രെങ്ത് അവർ ഗെയിൻ ചെയ്യും. ഇതിപ്പം എന്താ പേഴ്സണൽ കൺട്രോൾ അല്ലെങ്കിൽ ഓട്ടോണോമിയെ അവർ നല്ല രീതിയിൽ റെസല്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ദ ബേസിക് സ്ട്രെങ്ത് ദാറ്റ് ദേ വിൽ ഗെറ്റ് ഇസ് വിൽ, the power, the determination to exercise. Okay, I can do it. Freedom of choice and self-restraint is the face of society's demands. Okay, freedom of choice എന്നൊക്കെ പറയുന്നത് സൊസൈറ്റിയുടെ ഡിമാൻഡ് ആണ്. അപ്പം ഒരു കുട്ടി if that individual of if that late adolescent അല്ല early childhood ഉള്ള കുട്ടി is gaining autonomy, he or she will gain the basic strength of എന്താണ് will, a determination gain ചെയ്യുന്നു. Okay, I hope you are well understood. ഇനി the third stage is initiative versus guilt. Initiative versus guilt ആണ് നമ്മുടെ third stage എന്ന് വിളിക്കുക. And then that is during preschool years, ഒരു 3 to 5 yearsലാണ് ഈ ഒരു സ്റ്റേജ് നമ്മൾ കടന്നു പോകുന്നത്. ഓക്കെ, locomotor genital stage ആണ്. Children begin to assert their power and control over the world through directing play and other social interactions. ഇപ്പൊ 3 to 5 ശ്രദ്ധിച്ചാൽ അറിയാം ഈ സമയത്താണ് പ്ലേ ഭയങ്കരമായിട്ട് കൂടുതൽ. പ്ലേ എന്ന് വെച്ചാൽ കളി, കുട്ടികൾ തമ്മിലുള്ള പ്ലേ ഭയങ്കരമായിട്ട് കൂടുന്നതും അവർ സോഷ്യൽ ഇന്ററാക്ഷൻസ് നടത്തുന്നവരും അവർ ആൾക്കാരെ മോഡൽ ചെയ്യുന്നതും അവർ ആൾക്കാരിൽ നിന്ന് ഓരോ കാര്യങ്ങൾ പഠിക്കുന്നതും പുതിയ വാക്കുകൾ
വാക്കുകൾ പഠിക്കുന്നതും ഒക്കെ ഈ ഒരു സ്റ്റേജിലൂടെയാണ്. ഓക്കെ, ചിൽഡ്രൻ ഹു ആർ സക്സസ്ഫുൾ ഫീൽസ് കേപ്പബിൾ ആൻഡ് ഏബിൾ ടു ലീഡ് അതേഴ്സ്. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഇന്റലിജൻസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ ഇന്റലിജൻസ് ഇൻ ദ സെൻസ് ഒരു സൊസൈറ്റിയിൽ, ഒരു കമ്മ്യൂണിറ്റിയിൽ, ഒരു ഗ്രൂപ്പിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ ആൾക്കാരെ ലീഡ് ചെയ്യണം എന്നൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നത് ഈ ഒരു ഏജിലാണ്. സോ ഇറ്റ് ഇസ് വെരി മച്ച് ഇമ്പോർട്ടന്റ് ദാറ്റ് ദേ ഗെറ്റ് ടു പ്ലേ. സോ കുട്ടികളെ കളിക്കാൻ അനുവദിക്കുന്നത്, കുട്ടികളെ മറ്റു കുട്ടികളോട് കളിക്കാൻ അനുവദിക്കുന്നത് ഇസ് വെരി മച്ച് ഇമ്പോർട്ടന്റ് ആണ്. അവരുടെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റിന് ഇറ്റ് ഇസ് വെരി മച്ച് ഇമ്പോർട്ടന്റ്. ഓക്കെ, ദോസ് ഹു ഫെയിൽ ടു അക്വയർ ദീസ് സ്കിൽസ് ആർ ലെഫ്റ്റ് വിത്ത് എ സെൻസ് ഓഫ് ഗിൽറ്റ് ആൻഡ് സെൽഫ് ഡൗട്ട് ആൻഡ് ലാക്ക് ഇനീഷ്യേറ്റീവ്. അപ്പോ കുട്ടികളെ കളിക്കാനായിട്ട് സമ്മതിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരിൽ ഉണ്ടാവുന്ന എന്താ ഒരു സെൻസ് ഓഫ് ഗിൽറ്റ് അവരിലുണ്ടാവും, സെൽഫ് ഡൗട്ട് ഉണ്ടാവും. ബിക്കോസ് അവർക്ക് ഒരാളോട് പെരുമാറാൻ അറിയില്ല, അല്ലെങ്കിൽ എങ്ങനെ ലീഡ് ചെയ്യണം എന്നറിയില്ല, എങ്ങനെ പോയി മിണ്ടണം, പുതിയ കുട്ടികളോട് എങ്ങനെ പോയി മിണ്ടണം എന്നുള്ള കാര്യങ്ങളൊന്നും അവർക്കറിയില്ല. അപ്പൊ ഒരു ലാക്ക് ഓഫ് ഇനിഷ്യേറ്റീവ് അവരിൽ ഉണ്ടാവുന്നു. അപ്പം ഇതൊക്കെ ഇത് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന ആ ഒരു സ്കില്ലാണ്, ആ ഒരു അഡാപ്റ്റീവ് വേ ആണ് അവർ പഠിക്കുന്നതെങ്കിൽ അവർ ഗെയിൻ ചെയ്യാൻ പോകുന്ന ബേസിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് പേർപ്പസ് ആണ്. പേർപ്പസ് ഇൻവോൾവിംഗ് ദ കറേജ് ടു എൻവിഷൻ ആൻഡ് പെർസ്യൂ ഗോൾസ്. അതായത് മുൻപോട്ടേക്ക് പോകുമ്പോൾ അവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒക്കെ ആകാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഒരു കറേജ് ടു എൻവിഷൻ, സ്വപ്നം കാണാനൊക്കെയുള്ള ഒരു കഴിവ് അവർക്ക് ലഭിക്കുന്നത് പേർപ്പസിലൂടെയാണ്. പേർപ്പസ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേജിലെ അവർ ഏൺ ചെയ്യുന്ന വിർച്യൂ വഴിയായിട്ടാണ്. സോ ഹൗ മച്ച് ഇമ്പോർട്ടന്റ് ഇസ് സോഷ്യൽ ഇന്ററാക്ഷൻസ് ഫോർ ചിൽഡ്രൻ. നമ്മൾ ഫ്ലാറ്റുകളിലും നമ്മൾ റൂമിൽ അടച്ചിട്ടൊക്കെ കുട്ടികളെ വളർത്തുമ്പോൾ നമ്മൾ അവരുടെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റിന് വരുത്തുന്ന എന്താ പറയുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ എത്രമാത്രമാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് വൺ, ദാറ്റ് ഇസ് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. 6 to 11 ഏജിൽ വരുന്ന ഒരിതാണ് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. ഒരു ഡ്യൂറിങ് ഏർലി ചൈൽഡ്ഹുഡ്, ഒരു 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി മുതൽ ഒരു 10ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വരെയൊക്കെയാണ് ഈ ഒരു എന്താ പറയുക ഈ ഒരു കാറ്റഗറിയിൽ വരിക. സോ ദിസ് ഇസ് ഓൾസോ കോൾഡ് ആസ് എ ലേറ്റൻസി സ്റ്റേജ് ആയിട്ടും അറിയപ്പെടുന്നു. ഇറ്റ് ഡെവലപ്സ് ഒരു പ്രൈഡ് ഫീലിംഗും അവർക്ക് കഴിവുകളുണ്ടെന്നും അവരുടെ എന്താ പറയുക എബിലിറ്റീസിലൊക്കെ അവർക്കൊരു എന്താ പറയുക ഒരു സെൻസ് ഓഫ് ഓക്കെ ഐ ക്യാൻ ബി either ഗുഡ് ഓർ ബാഡ്, എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു എന്താ പറയുന്ന ഒരു ബോധമൊക്കെ ലഭിക്കുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. Children need to cope with new social and academic demands. പുതിയ ചിൽഡ്രൻസ് നീഡ് ടു കോപ്പ് വിത്ത് ന്യൂ സോഷ്യൽ ആൻഡ് അക്കാഡമിക് ഡിമാൻഡ്സ്. അപ്പൊ കുട്ടികൾ സ്കൂളിലേക്ക് പോയി, അപ്പൊ അവരൊരു ഗ്രൂപ്പിനകത്ത് അവരിരിക്കാനായിട്ട് തുടങ്ങി, അപ്പം അക്കാഡമിക്സ് ആയിട്ടുള്ള ഡിമാൻഡ്സ് അവരുടെ മുൻപിലേക്ക് വന്നു. അപ്പം ഇതിനെയൊക്കെ എന്താ പറയുന്നത് കോപ്പ് ചെയ്യാനായിട്ട് ഇവർക്ക് പറ്റുന്നത് ഈ ഒരു സ്റ്റേജിലൂടെയാണ്. അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ അവര് എന്താ പറയുക അറ്റൈൻ ചെയ്ത് പോകേണ്ട ഒരു ക്രൈസിസ് ആണ്, റെസല്യൂട്ട് ചെയ്ത് പോകേണ്ട ഒരു ക്രൈസിസ് ആണിത്. ദോസ് ഹു ആർ എൻകറേജ്ഡ് ആൻഡ് കമന്റഡ് ബൈ പേരൻസ് ആൻഡ് ടീച്ചേഴ്സ് ഡെവലപ്പ് എ ഫീലിംഗ് ഓഫ് കോമ്പിറ്റൻസ് ആൻഡ് ബിലീവ് ഇൻ ദെയർ സ്കിൽസ്. അതായത് കുട്ടികളെ നമ്മൾ എൻകറേജ് ചെയ്യേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ പറഞ്ഞു തരുന്നത്. നല്ല രീതിയിൽ എൻകറേജ് ചെയ്യപ്പെടുന്ന, കമന്റ് ചെയ്യപ്പെടുന്ന കുട്ടികൾ, പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന കുട്ടികൾ, അവരിൽ ഒരു ഫീലിംഗ് ഓഫ് കോമ്പിറ്റൻസ് അവരിലുണ്ടാകും ആൻഡ് ബിലീവ് ഇൻ ദെയർ സ്കിൽസ്. അവരുടെ എബിലിറ്റീസിൽ അവർക്ക് കഴിവും അവർക്ക് വിശ്വാസ്യതയും ഒക്കെ ഉണ്ടാകുന്നത് ഈ 6 to 11 എന്ന് പറയുന്ന ആ ഒരു ഏജിൽ, ഒരു ലേറ്റൻസി സ്റ്റേജിൽ നമ്മൾ കൊടുക്കുന്ന എന്തനുസരിച്ചിരിക്കും, കോമ്പിറ്റൻസ് അനുസരിച്ചിരിക്കും. അതുപോലെ കോമ്പിറ്റൻസ് അല്ല, എൻകറേജ്മെന്റ് അനുസരിച്ചിരിക്കും, കമന്റ്സ് അനുസരിച്ചിരിക്കും. അതേസമയം നിന്നെ കൊണ്ടൊന്നും പറ്റില്ല, അല്ലെങ്കിൽ യു ആർ നോട്ട് ഏബിൾ ടു ഡു എനിത്തിങ്, യു വോണ്ട് ബി ഏബിൾ ടു ഡു ഇറ്റ്, അല്ലെങ്കിൽ നിനക്ക് പറ്റുന്ന ഒരു പരിപാടി അല്ല എന്നാണ് നമ്മൾ കുട്ടികളോട് പറയാനായിട്ട് നോക്കുന്നതെങ്കിൽ ഈ ഒരു ഫീലിംഗ് ഓഫ് കോമ്പിറ്റൻസ് അല്ലെങ്കിൽ ബിലീഫ് ഇൻ ദെയർ ഓൺ സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് വുഡന്റ് കം അക്രോസ്. ഓക്കെ, സോ സക്സസ് ലീഡ്സ് ടു എ സെൻസ് ഓഫ് കോമ്പിറ്റൻസ്. അപ്പം ഇതിനകത്തെ ഒരു ബേസിക് വെർച്യൂ എന്താണ്? കോമ്പിറ്റൻസ് ആണ്, വിച്ച് ഇസ് വെരി മച്ച് ഇമ്പോർട്ടന്റ് ഇൻ ദ ഫ്യൂച്ചർ ഡേയ്സ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ദ ബെസ്റ്റ് വിൽ സർവൈവ്, അല്ലെ? നമ്മൾ അങ്ങനെ ഒരു സ്ട്രെസ് ആയിട്ട് നമ്മൾ പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ദ ട്രൂത്ത്. ദ കോമ്പിറ്റൻസ് ഇസ് സംതിങ് ദാറ്റ് ഇസ് വെരി മച്ച് ഇമ്പോർട്ടന്റ് ഫോർ എവറി സിംഗിൾ ഇൻഡിവിജ്വൽ. ഓക്കെ, so those who receive little or no encouragement from parents, teachers or peers will doubt their abilities to be successful. എനിക്ക് കഴിവുണ്ടാകുമോ, അല്ലെങ്കിൽ എനിക്ക് സക്സസ്ഫുൾ ആകാനായിട്ട് പറ്റുമോ എന്നൊക്കെയുള്ള സംശയങ്ങളായിരിക്കും ഈ കുട്ടികളിൽ ഉണ്ടാകുക. സോ ഫെയിലിയർ റിസൾട്ട് ആൻഡ് എ ഫീലിംഗ് ഓഫ് ഇൻഫീരിയോറിറ്റി. നമ്മൾ കുട്ടികളിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അടിച്ചു കൊടുക്കുന്ന ഒരു സമയമാണ്. സോ ദ ബേസിക് സ്ട്രെങ്ത്, ഈ ഒരു സ്റ്റേജ് അവർ കൃത്യമായിട്ട് മുൻപോട്ടേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ദ ബേസിക് സ്ട്രെങ്ത് ദാറ്റ് വുഡ് ഗെയിൻ ഇസ്
Competence, which involves exertion of skills, intelligence in pursuing and completing tasks. ഓരോ ടാസ്കുകൾ പെർസ്യൂ ചെയ്യാനും സ്കിൽസ് എക്സേർട്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് അവർ ഗെയിൻ ചെയ്യുന്ന ഒരു സ്ട്രെങ്ത് ആണ് കോമ്പറ്റൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ നെക്സ്റ്റ് സ്റ്റേജ് ആണ് ഫ്രം ദ ഏജ് ഓഫ് 12 to 18. നമ്മുടെ ഒരു ടീനേജേഴ്സിന്റെ ഒരു പ്രായത്തിൽ നടക്കുന്ന ഒരു ക്രൈസിസ് ആണ് ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻസ്. നമുക്ക് തന്നെ അറിയാം, അഡോളസൻസ് അല്ലെങ്കിൽ ടീനേജേഴ്സിലാണ് ഏറ്റവും കൂടുതൽ ഐഡന്റിറ്റി ക്രൈസിസ് ഒക്കെ ഉള്ളത് അല്ലെ. ഐഡന്റിറ്റി ക്രൈസിസ് ഉള്ളത് നമ്മുടെ ടീനേജേഴ്സിലാണ്. ഞാൻ ആരാണ്, എന്താണ്, am I good enough, do I look good, ഇങ്ങനത്തെ ഒത്തിരി ചോദ്യങ്ങൾ വരുന്ന ഒരു സമയമാണ് അഡോളസെന്റ് സ്റ്റേജ് എന്ന് വിളിക്കുക. ഡെവലപ്പ് എ സെൻസ് ഓഫ് പേഴ്സണൽ ഐഡന്റിറ്റി which will continue to influence behavior and development of a person's life. ഈ സമയത്ത് ഫോം ചെയ്യുന്ന പേഴ്സണൽ ഐഡന്റിറ്റി വുഡ് ആക്ച്വലി ഇൻഫ്ലുവൻസ് ദ ബിഹേവിയർ. അതായത് ആ കുട്ടിയുടെ ബിഹേവിയറിനെ തീർച്ചയായിട്ടും അത് ബാധിക്കുന്നു. പേഴ്സണൽ ഐഡന്റിറ്റി, ഫൈൻ പെർസീവിംഗ് മൈസെൽഫ് ടു ബി കോമ്പറ്റന്റ് എനഫ്. ഇപ്പൊ കണ്ടായിരുന്നോ, തൊട്ട് മുൻപ് ഉണ്ടായിരുന്ന ഏതായിരുന്നു വിർച്യു? കോമ്പറ്റൻസ്. അപ്പൊ പറഞ്ഞു എന്താ പറയുക, ഒരു സ്റ്റേജിൽ നിന്ന് നമ്മൾ ഗെയിൻ ചെയ്യുന്ന വിർച്യു ആണ് അടുത്ത സ്റ്റേജിൽ അവരെ സക്സസ്ഫുൾ ആക്കുന്നത്. ഇഫ് ദ ഇൻഡിവിജ്വൽ ഡിഡ് നോട്ട് ഗെയിൻ ദ കറേജ് ഓഫ് അല്ലെങ്കിൽ വിർച്യു ഓഫ് കോമ്പറ്റൻസ്, ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ സ്റ്റേജിൽ വരുമ്പം പേഴ്സണൽ ഐഡന്റിറ്റി ഒന്നും ഫോം ചെയ്യാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ ഫോം ചെയ്യുന്നത് നെഗറ്റീവ് ഐഡന്റിറ്റി ആയിരിക്കും. Okay, understood. So identity refers to all the beliefs, ideals and values that help shape and guide person's behavior. നമ്മുടെ ഐഡന്റിറ്റി ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബിഹേവിയറിനെയും നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ വാല്യൂസിനെയും ഒക്കെ ഗൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ ആരാണെന്നാണ് ഞാൻ എന്നെ പറ്റി ഇപ്പം ഇഫ് ഐ ഫീൽ ഗുഡ് ഇനഫ് അബൌട്ട് മൈ സെൽഫ്, ദാറ്റ് വുഡ് ആക്ച്വലി ഷേപ്പ് മൈ ബിഹേവിയർ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഞാൻ ഇപ്പൊ കഴിവുള്ള ആളാണെന്നാണ് ഞാൻ എന്നെ പറ്റി വിശ്വസിക്കുന്നതെങ്കിൽ അതിനനുസരിച്ചായിരിക്കും എന്റെ ബിഹേവിയേഴ്സ്, എന്റെ വിർച്യൂസ്, എന്റെ തോട്ട്സ് പ്രോസസ് എല്ലാം ആ ഒരു രീതിയിലായിരിക്കും. ഓക്കെ, ഇനി വാട്ട് ഈസ് ഈഗോ ഐഡന്റിറ്റി? ഈഗോ ഐഡന്റിറ്റി ഈസ് ദ വിർച്യൂ ദാറ്റ് വി ഗെയിൻ conscious sense of self that we develop through social interactions. Social interactions വഴിയായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കോൺഷ്യസ് സെൻസ് ഓഫ് സെൽഫ്, അതായത് എന്നെ പറ്റി തന്നെയുള്ള ഒരു അവബോധമാണ് ഈഗോ ഐഡന്റിറ്റി എന്ന് നമ്മൾ വിളിക്കുന്നത്. Okay, so those who receive proper encouragement and reinforcement through personal exploration will develop a strong sense of self, a feeling of independence and control. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ ഇന്ററാക്ഷൻസിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കണം, ഒരു കുറച്ച് ഫ്രീഡത്തിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കണം, പേഴ്സണൽ എക്സ്പ്ലോറേഷൻ ഉള്ള ഒരു റൂം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ള കാര്യം കൂടെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻകറേജ്മെന്റും റീഇൻഫോഴ്സ്മെന്റും ഒക്കെ അവർക്ക് കൊടുത്താൽ മാത്രമേ they would develop a sense of self. Okay, so those who remain unsure of their beliefs and desires will feel insecure and confused. അവർക്ക് അവരുടെ കഴിവ് അറിയില്ല, അല്ലെങ്കിൽ അവരവരുടെ എബിലിറ്റിയിൽ വിശ്വസിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ അവരൊരു ഐഡന്റിറ്റി ഇതുവരെ ഫോം ചെയ്തിട്ടില്ല. they don't have a sense of self, ഒരു ഫീലിംഗ് ഓഫ് കോൺഫിഡൻസ് അവർക്കില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ they would end up being individuals who feel insecure and confused about themselves and future. ഫ്യൂച്ചറിനെ പറ്റി ഒരു രീതിയിലും എന്ത് ചെയ്യണം, എന്താകും എന്നൊന്നും ഐഡിയ ഇല്ലാത്ത ആൾക്കാരായിട്ട് മാറാനായിട്ടുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. ആൻഡ് ദ ബേസിക് സ്ട്രെങ്ത്, ഈ ഒരു എന്താ പറയുന്നത് ക്രൈസിസിലൂടെ കടന്നുപോയി ഒരു വിർച്യൂവിലൂടെ കടന്നുപോയി കഴിയുമ്പോൾ വിർച്യൂ അവർ ഗെയിൻ ചെയ്യുന്നത് ഏതാണെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ഫിഡലിറ്റി. ഫിഡലിറ്റി മീൻസ് സിൻസിറിറ്റി, ജെനുവിൻനെസ്, എ സെൻസ് ഓഫ് ഡ്യൂട്ടി ഇൻ ആ റിലേഷൻഷിപ്പ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു നമ്മളെ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചാൽ മാത്രമേ we would be able to understand other people as well. So that is very much important. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു എന്താ പറയുന്നത് ക്രൈസിസിലൂടെ കടന്നു പോകുമ്പോൾ the virtue that we gain is fidelity. Okay, encompasses sincerity, genuineness and a sense of duty in our relationship with other people. മറ്റാൾക്കാരോടുള്ള റിലേഷൻഷിപ്സിൽ ഒരു സെൻസ് ഓഫ് ഡ്യൂട്ടി, ഒരു ജെനുവിൻനെസ്സും സിൻസിയറിറ്റിയും ഒക്കെ നമ്മൾ പഠിക്കുന്നത് ഈ ഒരു ക്രൈസിസിനെ നേരിട്ട് നമ്മൾ ഫിഡലിറ്റി എന്ന് പറയുന്ന വിർച്യൂ നമ്മൾ ഗെയിൻ ചെയ്യുമ്പോഴായിരിക്കും. ഓക്കെ, understood. So ഇനി ഒരു നെക്സ്റ്റ് സ്റ്റേജ് ആണ് intimacy versus isolation. The age from 18 to 35 yearsൽ നമ്മൾ ഗെയിൻ ചെയ്യുന്ന ഒരു സ്ട്രെങ്ത് ആണ്, that is intimacy versus isolation. Young adulthood stage, that is from the age of 18 to 35. This stage covers the period of early adulthood when people are exploring personal relationships. People develop close committed relationship with other people. A strong sense of personal identity is also important for developing intimate relationships. So the stage I am going through is this 18 to 35. A lot of people are going through. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന പലരും 18 to 35 ലൂടെ കടന്നു പോകുന്ന ആൾക്കാരായിരിക്കും.
സോ ഈ ഒരു ഏജിലാണ് അല്ലെങ്കിൽ ഏർലി അഡൾട്ട്സ് ആയിട്ടുള്ള ആൾക്കാരാണ് അവരുടെ പേഴ്സണൽ റിലേഷൻഷിപ്സിനെ അവർ എന്താ പറയുന്നത് പേഴ്സണൽ റിലേഷൻഷിപ്സിനെ എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പം ഈ ഒരു സമയത്താണ് ഒരു റിലേഷൻഷിപ്സ് ഒക്കെ ഫോം ചെയ്യുന്നതും ഒരു സ്ട്രോങ് സെൻസ് ഓഫ് പേഴ്സണൽ ഐഡന്റിറ്റി ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇഫ് ഐ ഡോണ്ട് നോ ഹു ആം ഐ, ഇഫ് ഐ എം അൺഷുവർ അബൌട്ട് ദ പേഴ്സൺ ഐ ആം, ഐ വോണ്ട് ബി ഏബിൾ ടു ബി കംപ്ലീറ്റ്ലി കമ്മിറ്റഡ് ഇൻ എ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഡെവലപ്പ് ഒരു ക്ലോസ് കമ്മിറ്റ്മെന്റ് എനിക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റില്ലായിരിക്കും. So that is the reason why this is very important. Okay, those who are successful will form relationships that are enduring and secure. അതായത് നമുക്ക് നമ്മളെ തന്നെ ഒരു അവബോധം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സക്സസ്ഫുൾ റിലേഷൻഷിപ്സ് ഫോം ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ if we are successful, if we have a personal identity, we will be able to form successful relationships. Enduring and secured ones നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. So the basic strength that we gain from this സ്റ്റേജ് ഇസ് ലവ്. സ്നേഹമാണ് നമ്മൾ ഗെയിൻ ചെയ്യുന്ന, എന്റെ ഹാർട്ട് തെറ്റിപ്പോയി, സോറി, നമ്മൾ ഗെയിൻ ചെയ്യുന്ന ബേസിക് സ്ട്രെങ്ത് എന്തായിരിക്കും? ലവ് ആയിരിക്കും. A mutual devotion in a shared identity, the fusing of oneself with other person. That is the explanation for this virtue. ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് സ്റ്റേജ് ആണ് ഏത്? ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ. ദ ഏജ് 35 to 55. ഇതിനാണ് ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ എന്ന് പറയുന്ന ഒരു ഏജ് ഗ്രൂപ്പ് വരുന്നത്. ഇറ്റ്സ് ദ സ്റ്റേജ് ഓഫ് മാച്യൂരിറ്റി in which we need to be actively involved in teaching and guiding the next generation. അല്ലേ? എനിക്ക് എങ്ങനെ ലോകത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ എനിക്ക് ഇനി മുൻപോട്ടേക്ക് എന്താ. സോ അവിടെ ഒരു പേഴ്സണൽ ഐഡന്റിറ്റി ഫോം ചെയ്തു, റിലേഷൻഷിപ്സ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും കൊണ്ട് ഇനി എനിക്ക് ലോകത്തിലേക്ക് എന്ത് കൊടുക്കാൻ പറ്റും? മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സിലെ സെൽഫ് ആക്ച്വലൈസേഷൻ പോലെ, അല്ലെങ്കിൽ എനിക്ക് ഇനി എന്ത് കൊടുക്കാനായിട്ട് പറ്റും, ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് എനിക്ക് എന്ത് തിരിച്ചു കൊടുക്കാൻ പറ്റും, ആ ഒരു സ്റ്റേജ് ആണ് ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ. Adults need to create and nurture thing that will outlast them, often by having children or creating a positive change that benefit other people. മറ്റുള്ള ആൾക്കാരെ ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പോസിറ്റീവ് ചേഞ്ച് കൊണ്ടുവരാനും സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനും ഹാവിങ് ചിൽഡ്രൻ, ക്രിയേറ്റിംഗ് പോസിറ്റീവ് ചേഞ്ച്, ഇതൊക്കെ ഈ ഒരു സ്റ്റേജിന്റെ ഭാഗമാണ്. And success leads to a feeling of usefulness and accomplishment. അതുകൊണ്ടാണ് നമ്മൾ മുൻപോട്ടേക്ക് എന്തെങ്കിലും വി ആർ നോട്ട് കോൺട്രിബ്യൂട്ടിങ്, വി ഫീൽ കംപ്ലീറ്റ്ലി യൂസ്ലെസ്. ഒരു ഏജ് ഒക്കെ വന്ന് 60 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ എന്താ ഞാൻ ചെയ്തേ, അല്ലെങ്കിൽ വാട്ട് ഹാവ് ഐ ഡൺ എന്ന് പറയുന്ന ഒരു ഫീലിംഗിലേക്ക് നമ്മൾ എത്തുന്നു. അപ്പൊ ഈ ഒരു ക്രൈസിസിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ക്രൈസിസിനെ റെസൊല്യൂട്ട് ചെയ്യണമെങ്കിൽ, വി നീഡ് ടു ക്രിയേറ്റ് നർച്ചറിംഗ് ഫീലിംഗ് ആൻഡ് വി ഓൾസോ നീഡ് ടു ക്രിയേറ്റ് എ പോസിറ്റീവ് ചേഞ്ച് ദാറ്റ് ബെനിഫിറ്റ് അതർ പീപ്പിൾ. So success leads to feeling of usefulness and accomplishment. Okay, let's see the details. When middle-aged people cannot or will not seek an outlet for generativity, they may become overwhelmed by stagnation, boredom. Stagnation അല്ലെങ്കിൽ boredom, ഒരു എന്താ പറയുന്നത്, ഒന്നും ഇല്ലാത്തൊരവസ്ഥ, ഞാനൊന്നും ചെയ്തില്ല, ഞാനൊന്നും ആയില്ല എന്നുള്ളൊരു അവസ്ഥ. Stagnation, completely stagnated ആയിട്ടുള്ള ഒരു അവസ്ഥ. Failure result in shallow involvement in the world. അതായത് shallow involvement in the sense അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നും അല്ലാത്ത ഒരു ഇൻവോൾവ്മെന്റ് in the world. Basic strength that we gain, ഇതിനെ നമ്മൾ കൃത്യമായിട്ട് റെസൊല്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, the basic strength that will gain is care, a broad concern for others, and belief it was manifested in the need to teach, not only to help others but to fulfill one's identity. അതായത് എനിക്ക് എന്താണ് സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റുന്നത്, എനിക്ക് എന്താണ് പുതിയതായിട്ട് ആൾക്കാരെ പഠിപ്പിക്കാനായിട്ട് പറ്റുന്നത്, അല്ലെങ്കിൽ ഞാൻ ഗെയിൻ ചെയ്ത നോളജ് ഐ ഹാവ് ടു ഗിവ് ഇറ്റ് ടു സംബഡി. സോ ദ ബേസിക് സ്ട്രെങ്ത് ദാറ്റ് വി ഗെയിൻ ഇസ് കെയർ. Okay, ഇനി the last one, that is ego integrity versus despair. So maturity and to old age, അവസാനം വരെയുള്ള കാലഘട്ടത്തിലെ ഒരു എന്താ പറയുന്ന ഒരു സ്റ്റേജ് ആണിത്. ഫോക്കസ്ഡ് ഓൺ റിഫ്ലക്ടിങ് ബാക്ക് ഓൺ ലൈഫ്. എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഞാൻ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തു, എനിക്ക് ഫുൾഫിൽമെന്റ് ഫീൽ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തോ, ഞാൻ സന്തോഷമായിട്ട് ജീവിച്ചോ, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഈഗോ ഇന്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പയറിനകത്തുള്ളതാണ്. ഓക്കെ, ഡിറ്റർമൈൻ ഇഫ് ദേ ആർ ഹാപ്പി വിത്ത് ദ ലൈഫ് ദാറ്റ് ദേ ഇൻവോൾവ്, ദാറ്റ് ദേ ലിവ്ഡ്, or if they regret for what they have done. അവരവരുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക സന്തോഷമായിട്ട് അവരുടെ ലൈഫിൽ ഇത്രയും കാര്യം അവർ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് സന്തോഷമുണ്ടോ? സോ ദീസ് ആർ ദ തിങ്സ് ദാറ്റ് ദേ ഹാവ് ഇൻ ദിസ് ഒരു ഏജില്. Older adults need to look back in life and feel a sense of fulfillment. ഒരു സെൻസ് ഓഫ് ഫുൾഫിൽമെന്റ് ഉണ്ടാവണം. സോ ഐ ഗെസ് വി ഓൾ നീഡ് ടു കീപ്പ് ഇൻ മൈൻഡ്, ബിക്കോസ് നമ്മൾ എല്ലാവരും കടന്നു പോകാൻ പോകുന്ന ഒരു കാര്യമാണ്. സോ നമ്മൾ ലൈഫിൽ സെൻസ് ഓഫ് ഫുൾഫിൽമെന്റിലേക്ക് നമ്മളെ എത്തിക്കുന്ന കാര്യങ്ങളും കൂടെ നമ്മൾ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് ദോസ് ഹു ലുക്ക് ബാക്ക് ആൻഡ് ഓൺലി ഫീൽ റിഗ്രറ്റ്
will feel fearful that their lives will end without accomplishing the thing they should have done. അതായത് നമുക്ക് വെൻ വി ലുക്ക് ബാക്ക് നമ്മൾ ഓരോ കാര്യങ്ങൾ റിഗ്രറ്റ്, നമ്മൾ ചെയ്ത കാര്യങ്ങൾ, നമ്മൾ എടുത്ത തീരുമാനങ്ങൾ നമ്മൾ റിഗ്രറ്റ് ചെയ്യുവാണെങ്കിൽ വി വിൽ ഹാവ് എ ഫിയർ ദാറ്റ് ഒന്നുമില്ലാതെ അല്ലെങ്കിൽ ഒന്നും അക്കംപ്ലിഷ് ചെയ്യാതെ നമ്മൾ എന്തായി പോകും എന്നുള്ളൊരു ഫീലിംഗ് നമുക്കുണ്ടാവും. Thus the person will be left with a feeling of bitterness, and who wants to go through this? ഒരു കയ്പ് നിറഞ്ഞ ഒരു ഫീലിംഗിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ടുണ്ടോ? So that is despair. So the basic strength, ഈ ഒരു കാര്യം, അതായത് ഈഗോ ഇന്റഗ്രിറ്റി വേഴ്സസ് ഡിസ്പയറിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, പോസിറ്റീവായിട്ട് കടന്നു പോയാൽ, the strength that we get is wisdom, which is very important. Deriving from ego integrity, wisdom is expressed in a detached concern with the whole life. Okay, I have done enough. I have a feeling of fulfillment. ആ ഒരു ലെവലിലേക്ക് ഒരു ബേസിക് സ്ട്രെങ്ത് നമ്മൾ അറ്റൈൻ ചെയ്യുന്നു. So that's it about Erik Erikson's theory, and we will have a detailed description about the details and criticisms and other details of Erikson's theory in the coming videos, which I would do maybe by Monday. So thank you so much for watching. I hope you guys have enjoyed. So ഇനിയും എന്റെ വീഡിയോസ് വരുന്നുണ്ട്. In there, I will be talking as a psychologist. So by profession, I'm a psychologist. So competitive exams le nammal engane munpotteki poganam, and the reason why we choose shortcuts, ingathe karyangalarikkana ningalodu samsarikka. I will be back soon. So please join me soon. Thank you so much for watching. Let's crack Kerala exams. Thank you.